Yes, good evening to all of you. Good evening. Good evening. Alpam late. Okay. Good evening, sir. എന്നാൽ തുടങ്ങാം. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് സിനണിംസും ആന്റണിംസും തരാൻ കഴിഞ്ഞില്ല, കാരണം ഗ്രാമറിന്റെ ഭാഗം പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ആദ്യം തന്നെ സിനണിംസ് നിങ്ങൾക്ക് തരാം. അത് ആദ്യം നിങ്ങൾക്ക് ആദ്യത്തെ ഒരു വേർഡ് തന്നെന്ന് തോന്നണം. സീൽ തന്നോ? സീൽ തന്നാണ്. പിന്നെ എന്ന മറ്റൊരു വേർഡ് തന്നോ അല്ലേ? SELOT. അതെ, മതഭ്രാന്ത്. മറ്റേ മൂന്നാമത്തെ വേർഡ് നിങ്ങൾക്ക് തന്നിട്ടില്ല. മൂന്നാമത്തെ വേർഡ് ഇതാണ്, സിഗ്സാഗ്. ZIG. സിഗ്സാഗ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു പുളഞ്ഞ അല്ലെങ്കിൽ കുടിലമായ എന്നൊക്കെ അർത്ഥം ഉണ്ട്. അതിനെ ഫിഗറേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കുടിലമായ അല്ലെങ്കിൽ ഇടം വലം വക്രിച്ചിരിക്കുന്ന. സിഗ്സാഗ് വളഞ്ഞു കുളഞ്ഞാന്നാണ് ശരിയായ അതിന്റെ മീനിങ്. അതായത് സിഗ്സാഗ് വേ എന്ന് പറഞ്ഞാൽ എന്താ? വളഞ്ഞു തിരിഞ്ഞ വഴി എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ സിനണിംസ് ഒന്നാണ് ഒബിക്വെ. OBIQUE. ഒബിക് എന്ന് പറഞ്ഞാൽ ചായ്ഞ്ഞ, നോട്ട് വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ, വളഞ്ഞ എന്നാണ് അതിന്റെ അർത്ഥം. കൊടുവളവ് എന്ന് പറഞ്ഞാൽ ഇത് അഡ്ജക്റ്റീവ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞ പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ? മറ്റൊരു വേർഡാണ് ഏതാണ്? ഒബിക്. OBIQUE. ഏതാ? സിഗ്സാഗ്. ZIG. മ്യൂട്ട് ചെയ്യണം. ചെയ്യാം. നിങ്ങളവിടെ ഒച്ച വെക്കാണ്ടിരിക്കുകയാണെങ്കിൽ മ്യൂട്ട് ചെയ്യാണ്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അതുകൊണ്ടാണ്. പിന്നെ ഓക്കെ, അപ്പൊ നിങ്ങൾ സഹകരിക്കുക. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്യാത്തത്. നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലാസ് എടുക്കാം. അപ്പൊ സിഗ്സാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളഞ്ഞു പുളഞ്ഞ, കുടിലമായ, മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുടിലമായ എന്നർത്ഥം അതിൽ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഒരു സിനണിമാണ് ഒബിക്. OBIQUE. ഒബിക്. ചായ്ഞ്ഞ അല്ലെങ്കിൽ ചരിഞ്ഞ. OBIQUE. ഒബിക്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നോട്ട് വെർട്ടിക്കൽ നോർ ഹൊറിസോണ്ടൽ. നെക്സ്റ്റ് വേർഡാണ് സിഗ്സാഗ് മോഷൻ. മീൻഡറിങ്. MEANDERING. മീൻഡറിങ് എന്ന് പറഞ്ഞാൽ ഫോംഡ് ഇൻ ടു എ മെയ്സി പാസേജ്. അതും വളഞ്ഞു തിരിഞ്ഞ എന്നാണ്. സാധാരണ ഈ നദിയുടെയും മറ്റും പ്രവാഹത്തെ വളഞ്ഞു തിരിഞ്ഞു ഒഴുക്കിനെയാണ് മീൻഡറിങ് നമ്മൾ പറയുന്നത്. മറ്റൊന്ന് ക്രൂക്ക്ഡ്. CROOKED. ക്രൂക്ക്ഡ്. നെക്സ്റ്റ് വേർഡ് അല്ല. സിഗ്സാഗ് എന്ന വാക്കിന്റെ 3 സിനണിംസ് ആണ്. ഒന്ന് ഒബിക്, മീൻഡറിങ്, ക്രൂക്ക്ഡ്. CROOKED. ക്രൂക്ക്ഡ്. നെക്സ്റ്റ് അടുത്ത വേർഡ് പറയാം. അതിന്റെ സ്പെല്ലിംഗ് തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാം. ZENITH. അതിന്റെ ഉച്ചാരണം സെനിത്ത് എന്നാണ്. സെനിത്ത്. സെനിത്ത് എന്ന് പറഞ്ഞാൽ അത്യുച്ച നില,
അതായത് ഏറ്റവും പാരമ്യമായിട്ടുള്ള അവസ്ഥ, ഹയസ്റ്റ് പോയിന്റ്. ആലങ്കാരികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതായത് അല്ല, ഏറ്റവും ഉന്നതമായ സ്ഥാനം, ഉന്നത നില എന്നാണ് സെനിത്ത് എന്ന വാക്കിന്റെ അർത്ഥം. പിന്നെ അതിനെങ്ങനെ ഒരു മീനിങ് കൂടി ഉണ്ട്, പോയിന്റ് ഓഫ് ഹെവൻ ഡയറക്ട്ലി എബവ് ദ ഒബ്സർവർ. നമ്മളിപ്പോ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും ഉന്നതമായ നിലയും സെനിത്ത് എന്ന് പറയും. അത് ഫിഗറേറ്റീവ് ആയിട്ടുള്ള ഉപയോഗമാണ്, ആലങ്കാരികമായ ഉപയോഗമാണ്. അരികെ അല്ല, ഏറ്റവും അകലെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സെനിത്ത് അതിന്റെ സിനണിമാണെന്ന് ടോപ്പ്, TOP എന്ന് നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും മുകളിലെ സ്ഥാനം, ഉച്ചസ്ഥാനം എന്ന് നല്ല മലയാളത്തിൽ പറയാം, ഉച്ചസ്ഥാനം. മറ്റൊരു വേർഡാണ് സമ്മിറ്റ്, SUMMIT, സമ്മിറ്റ്. SUMMIT, സമ്മിറ്റ്. സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചകോടി. പിന്നെ സമ്മിറ്റ് കോൺഫറൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. സമ്മിറ്റ് കോൺഫറൻസ് അതായത് ഈ രാഷ്ട്രത്തലവന്മാരുടെ ഒരു സമ്മേളനത്തെയാണ് സമ്മിറ്റ് കോൺഫറൻസ് എന്ന് പറയുന്നത്, ഉച്ചകോടി. അപ്പോ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചകോടി, പർവ്വതത്തിന്റെ ശൃംഗം, ഏറ്റവും ഉയർന്ന ആ സ്ഥാനം. ഇംഗ്ലീഷിൽ അതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന ധാരാളം വേർഡ്സ് ഉണ്ട്. അപ്പെക്സ്, APEX, അതുപോലെ പിനാക്കിൾ, PINNACLE, പിനാക്കിൾ. അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ, നിങ്ങൾക്ക് നിങ്ങളുടെ വൊക്കാബുലറിയിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും അത്. ഓക്കെ, അപ്പോ സെനിത്ത് എന്ന് പറഞ്ഞാൽ അത്യുച്ച നില, ഏറ്റവും ഉന്നതമായിട്ടുള്ള നില. അതിന്റെ സിനണിംസ് ആണ് ടോപ്പ്, അതുപോലെ സമ്മിറ്റ്, ഈ രണ്ട് വാക്കുകൾ. പിന്നെ അപ്പെക്സ് എന്ന വേർഡ് ഉപയോഗിക്കാം, അപ്പെക്സ് കോർട്ട്, വിച്ച് ഇസ് ദ അപ്പെക്സ് കോർട്ട്. അതായത് ഏറ്റവും ഉന്നതമായ കോടതിയാണ് അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്നത്, സുപ്രീം കോർട്ട് അല്ലേ. നെക്സ്റ്റ് ഒരു ഫിഫ്ത് വേർഡ് ഇതാണ്, ലാസ്റ്റ് വൺ, സസ്റ്റ്, ZEST. അവിടെ മ്യൂട്ട് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ശബ്ദം ഉണ്ടാക്കല്ലേ അതിനിടയ്ക്ക്, ഇതെല്ലാവർക്കും കേൾക്കണ്ടേ. ZEST, സസ്റ്റ്. സസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉത്സാഹം അല്ലെങ്കിൽ ആവേശം. റെലിഷ്, RELISH, റെലിഷ് എന്ന ഒരു ഇംഗ്ലീഷ് പദം അതിന് സമാനമായിട്ടുണ്ട്. സസ്റ്റ്, ZEST. അതിന്റെ സിനണിമാണൊന്ന് ഗസ്റ്റോ, GUSTO, ഗസ്റ്റോ. ഗസ്റ്റോ എന്ന് പറഞ്ഞാൽ അമിതമായ ആവേശം അല്ലെങ്കിൽ അത്യഭിരുചി, അമിതമായ താല്പര്യം. ധാരാളം വേർഡ്സ് അതിന് സിനണിംസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊന്നാണ് റെലിഷ്, RELISH. RELISH, രുചി അല്ലെങ്കിൽ താല്പര്യം, ഇഷ്ടം എന്നൊക്കെ അർത്ഥമുണ്ട്. ടേസ്റ്റ്, ഫ്ലേവർ. ഓക്കെ, അപ്പോ 5 സിനണിംസ്, 5 വേർഡ്സ് ഇതാണ് സിനണിംസ് ആയിട്ട് നമുക്ക് തന്നത്. സീൽ, എന്റെ സിനണിംസ് ആണ് പാഷൻ, ഫെർവർ, എന്തൂസിയാസം. മറ്റൊന്ന് സെലറ്റ്, ZEALOT, മതാന്തൻ അല്ലെങ്കിൽ മതഭ്രാന്തൻ. അതിന്റെ സിനണിമാണ് ബിഗോട്ട്, ഫെനാറ്റിക്. മറ്റൊന്ന് സിക്സാഗ്, സിക്സാഗ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു പൊളഞ്ഞ, അതിന്റെ സിനണിംസ് ആണ് ഒബിക്, മീൻഡറിംഗ്, ക്രൂപ്ഡ്. നെക്സ്റ്റ് സെനിത്ത്, ZENITH, സെനിത്ത്, അത്യുച്ച നില, ഹയസ്റ്റ് പോയിന്റ്.
അതിന്റെ സിനണിംസ് ആണ് ടോപ്പ്, സമ്മിറ്റ്, അപ്പെക്സ്. പിന്നെ പിനാക്കിൾ എന്ന നല്ലൊരു വേർഡ് ഉണ്ട്, PINNACLE. അറ്റ് ദ പിനാക്കിൾ ഓഫ് എന്ന ഒരു ഫ്രേസ് തന്നെ ഉണ്ട്. ഹീസ് അറ്റ് ദ പിനാക്കിൾ ഓഫ് പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹീസ് അറ്റ് ദ പിനാക്കിൾ ഓഫ് പോപ്പുലാരിറ്റി. പ്രശസ്തിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അയാൾ എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് സസ്റ്റ് ആണ്, ZEST. സസ്റ്റ് ഉത്സാഹം അല്ലെങ്കിൽ ആവേശം. അതിന്റെ സിനണിംസ് ആണ്. ആരോ അവിടെ മ്യൂട്ട് ചെയ്യുക. ആരാണ്? ഗിസ്റ്റോ, അതുപോലെ റിലിഷ്, RELISH. അല്ലെ ഇവിടുന്ന് മ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. യെസ്, അപ്പൊ അത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. സിദ്ധാർത്ഥ് ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് ആന്റണിംസ് ആണ്, അത് കൂടി തരണം. കാരണം സിനണിംസ് ആന്റണിംസ് ആണ് നമ്മൾ ആദ്യം ശരിക്കും നിങ്ങൾക്ക് തരേണ്ടത്. ഇത് എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് കോൺവെർസേഷൻ നടത്തുമ്പോൾ വൊക്കാബുലറി ആവശ്യമാണ്, അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ വേർഡ് ആന്റണിംസിൽ ആദ്യത്തേത് സീൽ. ഞാൻ സിനണിംസിന്റെ ആന്റണിംസ് ആണ് ഇപ്പൊ തരുന്നത്. ZEAL, സീൽ. സീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഉത്സാഹം അല്ലെങ്കിൽ ആവേശം. സീൽ എന്ന ആ വാക്കിന്റെ സിനണിമാണ് ഡിസ്ട്രസ്. DISTRESS, ഡിസ്ട്രസ്. എന്തോ അവിടെ ശബ്ദം കേൾക്കുന്നുണ്ട്. സീൽ അതിന്റെ സിനണിം ആന്റണിം ഡിസ്ട്രസ്. DISTRESS. ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ തീവ്ര ദുഃഖം, ദുരിതം എന്നൊക്കെ നമുക്ക് പറയാം. കലാമിറ്റി അല്ലെങ്കിൽ പെയിൻ എന്നൊക്കെ പറയാം. അതായത് തീവ്രമായിട്ടുള്ള ദുഃഖാവസ്ഥയാണ് നമ്മൾ ഡിസ്ട്രസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ഒരു ആന്റണിമാണ് സീലിന്റെ മറ്റൊരു ആന്റണിമാണ് റിസെന്റ്മെന്റ്. RESENTMENT. റിസെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നീരസം, അവജ്ഞ, വെറുപ്പ് അല്ലെങ്കിൽ അനിഷ്ടം എന്നൊക്കെ പറയാം, വിമുഖത എന്നൊക്കെ പറയാം. റിസെന്റ്മെന്റ് എഴുതി വെക്കാം. RESENTMENT. റിസെന്റ്മെന്റ്. സ്ട്രോങ് ഇൻഡിഗ്നേഷൻ. സ്ട്രോങ് ഇൻഡിഗ്നേഷൻ ആണ്. ഒരു വേർഡ് കൂടി ഉണ്ട് സീൽ, അതിന്റെ ആന്റണിമാണ് അപ്പാത്തി. APATHY. സിദ്ധാർത്ഥ് പ്ലീസ് മ്യൂട്ട്. അപ്പാത്തി, APATHY. അപ്പാത്തി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ഉദാസീനത അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ, നിർവികാരത. അപ്പാത്തി. അപ്പാത്തറ്റിക് എന്ന് പറഞ്ഞാൽ ഉദാസീനമായ അഡ്ജക്റ്റീവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണ്, ഒരു വേർഡ് നമ്മൾ കണ്ടാൽ അതിന്റെ അഡ്ജക്റ്റീവൽ ഫോം, ആഡ്വർബൽ ഫോം, വെർബൽ ഫോം അത് നമ്മൾ മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കണം. കുറച്ച് എക്സർസൈസിലൂടെ നിങ്ങൾക്കത് കൈവശമാക്കാവുന്നുള്ളൂ. അതിന്റെ എക്സർസൈസ് ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ട് പറയുന്നുണ്ട്. Next, yes, Sinuni, you are right. Next, second word is Zenith. 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 നേരത്തെ പറഞ്ഞതാണ് അത്യുച്ഛ നില അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനം.
അതിന്റെ ആന്റണിമായിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു പദമാണ് നാദിർ. ഉണ്ടോ? NADIR. NADIR. അത് ഇംഗ്ലീഷിലേക്ക് കടം എടുത്തിട്ടുള്ള ഒരു വേർഡാണ്. നൈദർ എന്നാണ് ഉച്ചാരണം. അതിന്റെ അർത്ഥം ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് എനിത്തിങ്, ഏറ്റവും താഴ്ന്ന ഭാഗം. നാദീർ ഓഫ് ദ ഷിപ്പ്, കപ്പലിന്റെ അടിത്തട്ടിനെയാണ് നമ്മൾ നാദീർ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത്. മിത്തോളജിക്കലായിട്ട് പറയണമെങ്കിൽ നമ്മൾ പാതാളം എന്ന് പറയില്ലേ, അതിനെ നമുക്ക് ആ പാതാളം എന്നുള്ളതിന് സമാനമായ പദമാണ് നാദിർ. മറ്റൊരു വേർഡാണ് ബോട്ടം, BOTTOM. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടിത്തട്ട് അല്ലെങ്കിൽ അസ്ഥിവാരം. അറ്റ്മോസ്റ്റ് ഡെപ്ത് ഓർ ബേസ്. ആ വേർഡ് ഒന്നും കൂടെ പറയോ? BOTTOM. ബോട്ടം. അറ്റ് ദ ബോട്ടം ഓഫ്. നോക്കാം, ബോട്ടം, ടോപ്പ് ഇങ്ങനെയുള്ള വാക്കുകൾ ഫ്രൈസ് ആയിട്ട് ഉപയോഗിക്കും നമ്മൾ. നമ്മുടെ സംസാരത്തിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അറ്റ് ദ ടോപ്പ് ഓഫ്, അറ്റ് ദ ബോട്ടം ഓഫ്. ടൈറ്റാനിക് ലൈസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ അറ്റ്ലാന്റിക് സീ. അറ്റ്ലാന്റിക് ഓഷൻ. അറ്റ് ദ ബോട്ടം ഓഫ്, ഏറ്റവും അടിത്തട്ടിൽ എന്നാണ് അതിന്റെ അർത്ഥം. അറ്റ് ദ ടോപ്പ് ഓഫ് എന്ന് പറഞ്ഞാലോ, ഏറ്റവും മുകളിൽ. There are a lot of areca nuts at the top of the areca nut tree. For example ആണ്. There are a lot of areca nuts at the top of the areca nut tree. അടയ്ക്കാമരത്തിന്റെ മുകളിൽ ധാരാളം അടയ്ക്കയുണ്ട്. At the top of. ആ ഫ്രൈസ്, അങ്ങനെ ഫ്രൈസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ. അപ്പോ സെനിത്ത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് നെയ്തർ, മറ്റൊന്ന് ബോട്ടം. ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും താണ ഭാഗം. തേർഡ് വൺ സസ്റ്റ്, ZEST. സസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഉത്സാഹം അല്ലെങ്കിൽ ആവേശം, ഇഷ്ടം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ഡിസ്ഗസ്റ്റ്. ഡിസ്ഗസ്റ്റ്, DISGUST. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. അറപ്പ് അല്ലെങ്കിൽ വെറുപ്പ്. നല്ല മലയാളത്തിൽ പറയണമെങ്കിൽ ജുഗുപ്സ എന്ന ഒരു നല്ല മലയാളം പദമുണ്ട്. ഡിസ്ഗസ്റ്റ്, ജുഗുപ്സ. സ്ട്രോങ് ഡിസ്ലൈക്ക്, ശക്തമായ വെറുപ്പിനെ ഡിസ്ലൈക്ക് എന്ന് പറയണം. ഹെയ്റ്റ് ആൻഡ് ഡിസ്ഗസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ സാമാന്യം നമുക്ക് സാധാരണ തോന്നുന്ന വെറുപ്പാണ്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല, സ്ട്രോങ് ഡിസ്ലൈക്ക് ആണ്. സസ്റ്റിന്റെ മറ്റൊരു ആന്റണിമാണ് പാസീവ്, PASSIVE. പാസീവ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റേസ്റ്റ്, അതായത് നിഷ്കളങ്കമായ അല്ലെങ്കിൽ ആവേശമില്ലാത്ത വെറുപ്പ് തോന്നുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പാസീവ്. മറ്റൊരു വേർഡാണ് അടുത്തത്. അപ്പോ സസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ഡിസ്ഗസ്റ്റ്, പാസീവ്. ഫോർത്ത് വൺ ഇതാണ് സീലസ്, ZEALOUS. ZEALOUS, സീലസ്. സെലസ് എന്നാണ് ശരിക്കും ഉച്ചാരണം. ZEALOUS, സെലസ്. ആവേശമുള്ള, ഈഗർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പല മീനിങ് ഉണ്ട് അതിന്, പക്ഷെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ആവേശമുള്ള എന്ന അർത്ഥത്തിലാണ്. ശുഷ്കാന്തിയുള്ള എന്ന മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ അത്യുത്സാഹമുള്ള എന്ന അർത്ഥമുണ്ട്. സെലസ്. അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് അപ്പാത്തറ്റിക്. അപ്പാത്തി എന്നുള്ളതിന്റെ അഡ്ജക്റ്റീവാണ് അപ്പാത്തറ്റിക്, APATHETIC.
അപ്പാത്തറ്റിക്. അപ്പാത്തറ്റിക് എന്ന് പറഞ്ഞാൽ നോട്ട് ഫീലിംഗ് ഇമോഷൻസ്, നിരുത്സാഹമായ അല്ലെങ്കിൽ ഉദാസീനമായ. നെക്സ്റ്റ് അടുത്തൊരു വേർഡാണ് ഇൻഡിഫറൻസ്. സെലസ് എന്നുള്ളതിന്റെ മറ്റൊരു ആന്റണിമാണ് ഇൻഡിഫറൻസ്. ഇൻഡിഫറൻസ്. ഇൻഡിഫറന്റ് എന്ന് പറഞ്ഞാൽ അനാസ്ഥ ഉള്ള അല്ലെങ്കിൽ താല്പര്യക്കുറവുള്ള. മറ്റൊന്ന് പാഷൻലെസ്. PASSION LESS. പാഷൻലെസ്. പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാഷൻ, വികാരം. ശരിക്കും പാഷൻ എന്ന് പറഞ്ഞ വേർഡ് വൈകാരികമായ ഒരു അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു സെക്ഷുവൽ ഡിസയർ ആണ് ശരിക്കും പാഷൻ. പാഷൻ ലെസ് എന്ന് പറഞ്ഞാൽ വിരക്തിയുള്ള അല്ലെങ്കിൽ നിർവികാരനായ, നോട്ട് ഈസിലി എക്സൈറ്റഡ്. പാഷൻ ലെസ്. അപ്പോ സെലസ് എന്നുള്ളതിന്റെ ആന്റണിംസ് അപ്പാത്തറ്റിക്, ഇൻഡിഫറന്റ്, മറ്റൊന്ന് പാഷൻലെസ്. നോട്ട് ഈസിലി. നോട്ട് ഈസിലി എക്സൈറ്റഡ് ഓർ പ്രൊവോക്ഡ്. അഭിനിവേശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് അഞ്ചാമത്തെ വേർഡ് സിക്സാഗ്. ഞാൻ നേരത്തെ പറഞ്ഞാണ്, സിനണിംസിൽ തന്നാണ്. സിക്സാഗ് എന്ന് പറഞ്ഞാൽ വളഞ്ഞ് പുളഞ്ഞ് അല്ലെങ്കിൽ കുടിലമായ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് സ്ട്രെയിറ്റ്. STRAIGHT നമുക്ക് അറിയാവുന്നതാണ്. STRAIGHT സ്ട്രെയിറ്റ്. മറ്റൊന്ന് ഡയറക്റ്റ്. DIRECT ഡയറക്റ്റ്, നേരിട്ടുള്ള. മറ്റൊന്ന് അൺകോയിൽഡ്. അൺകോയിൽഡ്. UNCOILED അൺകോയിൽഡ്. ഓക്കെ, അപ്പോ ആന്റണിംസ് നോക്കുക. സീൽ, അതിന്റെ ആന്റണിംസ് ആണ് ഡിസ്ട്രസ്, റിസെന്റ്മെന്റ്, അപ്പാത്തി. സെനക്ത, അതിന്റെ ആന്റണിം നൈദർ ബോട്ടം ഓർ ബേസ്. തേർഡ് വൺ സസ്റ്റ്. ZEST സസ്റ്റ്, ഉത്സാഹം അല്ലെങ്കിൽ ആവേശം. സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥയുടെ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പൊ സസ്റ്റ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ഗസ്റ്റ്, പാസീവ് ഓർ ഡിസ്റ്റേസ്റ്റ്. അടുത്തത് സെലസ്. ZEALOUS. apathetic, indifferent, passionless. Then the last one zigzag, and opposite straight, direct, uncoiled. നെക്സ്റ്റ് അടുത്തത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളോട് നിങ്ങൾക്ക് തരാത്ത ഒരു രീതിയിലുള്ള ചോദ്യമാണ് തരുന്നത്. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് ഞാൻ വിചാരിക്കണം, അല്ലേ? അതായത് 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ആ പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പൊ അടുത്തായിട്ട് നമുക്ക് തരേണ്ടത്. അപ്പോ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഓരോന്നും എന്താണെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്:
adjective of please. പ്ലീസ് എന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ പ്ലീസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പ്ലീസ് വെർബായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സന്തോഷിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം, പ്ലീസ് അല്ലെ. അതിന്റെ അഡ്ജക്റ്റീവ് ഏതാണ് എന്നാണ് ചോദ്യം. ഞാൻ 4 ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഒന്നാമത്തെ ഓപ്ഷൻ പ്ലഷർ, PLEASURE. സിദ്ധാർത്ഥ്, I have told you several times to mute. Don't be a disturbance to others, please. അപ്പൊ അഡ്ജക്റ്റീവ് ഓഫ് പ്ലഷർ, പ്ലഷറിന്റെ സോറി പ്ലീസ് എന്നുള്ളതിന്റെ അഡ്ജക്റ്റീവ് പ്ലഷർ എന്നാണോ? പ്ലസന്റ്, PLEASANT, പ്ലസന്റ്. ഓപ്ഷൻ സി പ്ലസന്റ്ലി, പ്ലസന്റ്നെസ്. പ്ലീസ് എന്നുള്ളതിന്റെ അഡ്ജക്റ്റീവ് പ്ലസന്റ് ആണ്, പ്ലസന്റ്, PLEASANT. പ്ലസന്റ് എന്ന് പറഞ്ഞാൽ പ്രസന്നമായ അല്ലെങ്കിൽ സന്തോഷമുള്ള. പ്ലഷർ എന്ന് പറഞ്ഞാൽ പ്ലീസിന്റെ നൗൺ ഫോം ആണ്, സന്തോഷം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി നോക്കൂ, പ്ലസന്റ്ലി എന്ന് പറഞ്ഞാലോ LY എന്ന് ചേർത്താൽ മിക്കവാറും ആ വേർഡ് ആഡ്വർബ് ആയിരിക്കും. പ്ലസന്റ്ലി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ. അപ്പൊ നോക്കാം നിങ്ങൾ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയാം. ബ്യൂട്ടി ഒരു വേർഡാണ്, ബ്യൂട്ടി. സൗന്ദര്യം അല്ലെങ്കിൽ ഭംഗി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന്റെ മറ്റൊരു ഫോമാണ് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒന്നാണ് ബ്യൂട്ടിഫുൾ. അത് മനോഹരമായ എന്നർത്ഥമാണ്. അതിന് അത് അഡ്ജക്റ്റീവ്. Beauty means? ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ സൗന്ദര്യം അല്ലെങ്കിൽ ഭംഗി. അതിന്റെ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. മനോഹരമായ. ഇനി ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താവും? ബ്യൂട്ടിഫുള്ളി മനോഹരമായി. എന്താ? സിദ്ധാർത്ഥ് സിംഗ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ് മനോഹരമായി പാടുന്നു. അവിടെ LY കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കാം, അത് ആഡ്വർബ് ആയിരിക്കും. മറ്റൊന്ന് പ്ലസന്റ്നെസ് എന്ന ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, പ്ലസന്റ്നെസ്. അതും പ്ലീസ് എന്നുള്ളതിന്റെ നൗൺ ഫോമാണ്, പ്രസന്നത എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ ചോദ്യത്തിന്റെ ആൻസർ പ്ലസന്റ് ആണ്. പ്ലീസിന്റെ അഡ്ജക്റ്റീവ് പ്ലസന്റ് ആണ്. സർ പ്ലസന്റ്നെസ് അറിയുന്നത് ഇപ്പൊ നൗൺ പറയുമ്പോ നമ്മള് പ്ലേസ്, തിങ് അങ്ങനത്തെ ആണല്ലോ വരാ. അപ്പൊ ഇത് ഈ പ്ലസന്റ്നെസ് എന്ന് പറയുമ്പോ മീനിങ് അതിൽ പെടുമോ? പ്ലേസ്, തിങ് അല്ലെങ്കിൽ ഒരവസ്ഥ, ഒരു സ്റ്റേറ്റ്, ഒരവസ്ഥയെ കാണിക്കുന്ന പദവും നൗണായിട്ട് ഉപയോഗിച്ചൂടെ? ഓക്കെ, ശരി. നമ്മുടെ ഒരു അവസ്ഥ, ഞാൻ പറയണ ഹാപ്പിനെസ് സ്ഥലത്തിന്റെ പേരല്ല, വസ്തുവിന്റെ പേരല്ല, ഒരു ആളുടെ പേരുമല്ല, പക്ഷെ അതൊരവസ്ഥയല്ലേ? ഹാപ്പിനെസ് നൗണാണ്. അതുപോലെ പ്ലസന്റ്നെസ് ഒരു നൗണാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, NESS എന്ന് നിങ്ങളൊരു വേർഡിന്റെ കൂടെ കണ്ടാൽ അത് നൗൺ ഫോം ആയിരിക്കും. LY എന്ന് കണ്ടാൽ മിക്കവാറും ആഡ്വർബ് ആയിരിക്കും. എന്നാൽ LY ചേർന്ന എല്ലാ വാക്കുകളും ആഡ്വർബ് അല്ല. അത് ഞാൻ ആ സമയത്ത് പറയാം. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ആഡ്വർബ് ഓഫ് ജസ്റ്റിഫൈ. ജസ്റ്റിഫൈ, JUSTIFY. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നീതീകരിക്കുക അല്ലെങ്കിൽ ന്യായീകരിക്കുക. Show the justice of. Let us describe this in English. Show the justice of. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ നീതീകരിക്കുക. അത് വെർബല്ലേ, ക്രിയ അല്ലേ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിന്റെ ആഡ്വർബ് ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഇവിടെ തന്നിട്ടുണ്ട് ജസ്റ്റിഫിക്കേഷൻ. ഒരു വാക്കിനോടൊപ്പം ION, NESS എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ആ വാക്ക് നൗൺ ആയിരിക്കും.
ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നീതീകരണം അല്ലെങ്കിൽ ന്യായീകരണം. ഓപ്ഷൻ ബി ജസ്റ്റിഫയബിൾ, JUSTFIBABLE, justifiable. Justifiable means that can be justified. നീതീകരിക്കാവുന്ന, ന്യായീകരിക്കാവുന്ന. അത് അഡ്ജക്റ്റീവാണ്. ABLE എന്ന വാക്ക് നിങ്ങൾ ABLE എന്ന ഏതെങ്കിലും വേർഡിന്റെ പുറകിലുണ്ടെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആയിരിക്കും. അതൊരു ടിപ്പാണ്. ജസ്റ്റിഫയബിൾ. മറ്റൊന്ന് ജസ്റ്റിഫയബിളി, JUSTIFIABLE, ജസ്റ്റിഫയബിളി. ഏതായിരിക്കും ആഡ്വർബ്? LY എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിയേക്ക, അത് മിക്കവാറും ഒക്കെ ആഡ്വർബ് ആയിരിക്കും. അപ്പൊ ജസ്റ്റിഫൈ എന്നുള്ളതിന്റെ ആഡ്വർബ് ജസ്റ്റിഫയബിളി എന്നാണ്. പിന്നെ ജസ്റ്റിഫയിങ് എന്നൊരു വേർഡും കൂടി തന്നിട്ടുണ്ട്. അത് ജെറണ്ടാണ്, വെർബൽ നൗൺ എന്നാണ് അതിന് പറയണത്. ന്യായീകരിക്കുന്ന, അതും ഒരർത്ഥത്തിൽ അഡ്ജക്റ്റീവായി നമുക്ക് ഉപയോഗിക്കാം. ചില വാക്കുകളോടൊപ്പം ING ഉണ്ടെങ്കിൽ അതും അഡ്ജക്റ്റീവ് ആയിരിക്കും. ജസ്റ്റിഫയബിളി. ഓക്കെ, നെക്സ്റ്റ്. ജസ്റ്റിഫയബിൾ എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാവുന്ന എന്നാണ്. അത് അഡ്ജക്റ്റീവാണ് തന്നെ. ഇപ്പൊ പറഞ്ഞത് ഏതാ? ജസ്റ്റിഫയിങ് എന്നുള്ളതാണോ? യെസ്, നമുക്ക് ലാസ്റ്റ് ടൈം പറയാം. നിങ്ങൾ സംശയങ്ങൾ ആ സമയത്ത് ചോദിക്കാം. ഇതൊന്നും ഈ ഒരു ഭാഗം ഒന്ന് തീർത്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഈസ് ദ നൗൺ ഫോം ഓഫ് സിഗ്നിഫൈ? നിങ്ങൾക്കറിയാവുന്നതാണ് സിഗ്നിഫൈ. SIGNIFY. സിഗ്നിഫൈ എന്ന് പറഞ്ഞാൽ ബി ദ സൈൻ ഓഫ്, സൂചകമായിരിക്കുക അല്ലെങ്കിൽ അർത്ഥമാക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ പ്രാധാന്യം നൽകുക എന്നൊക്കെ അർത്ഥം ഉണ്ടായിരുന്നു. സിഗ്നിഫൈ എന്നുള്ളതിന്റെ നൗൺ ഫോം ഏതാണ്? ഒന്ന് സിഗ്നിഫിക്കൻസ്, SIGNIFICANCE, സിഗ്നിഫിക്കൻസ് ആണ് അതിന്റെ നൗൺ ഫോം. പ്രാധാന്യം, പൊരുൾ, അർത്ഥം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സിഗ്നിഫിക്കന്റ് എന്നൊരു വേർഡ് തന്നിട്ടുണ്ട്. അതെന്തായിരിക്കും? സിഗ്നിഫിക്കന്റ്, പ്രാധാന്യമുള്ള. അത് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതായിരിക്കും? അഡ്ജക്റ്റീവ് ആയിരിക്കും. വെർബല്ല, അഡ്ജക്റ്റീവ്. സിഗ്നിഫിക്കന്റ്ലി, പ്രാധാന്യത്തോടുകൂടി, അല്ലെ? അത് സിഗ്നിഫിക്കന്റ്ലി എന്ന് പറഞ്ഞാൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏത് ഭാഗത്ത് വരും? ആഡ്വർബ്. ഓക്കെ, ദെൻ. അപ്പൊ LY എന്ന് നിങ്ങളൊരു വെർബിനോടൊപ്പം കണ്ടാൽ അത് മിക്കവാറും ഒക്കെ ആഡ്വർബ് ആയിരിക്കും. ഓക്കെ, അപ്പോ നൗൺ ഫോം ഓഫ് സിഗ്നിഫൈ, സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ്, അടുത്തൊരു വേർഡാണ്. വാട്ട് ഈസ് ദ വെർബൽ ഫോം ഓഫ് ഡിസ്ട്രാക്ഷൻ? ഡിസ്ട്രാക്ഷൻ, CTION, ഡിസ്ട്രാക്ഷൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം സർ. What is the verbal form of distraction? DISTRACTION, distraction. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പതറൽ, പതറിപ്പോവൽ, ശ്രദ്ധ വ്യതിചലിക്കൽ അല്ലെങ്കിൽ വ്യതിചലനം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഡിസ്ട്രാക്ട് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഡൈവേർട്ട് അറ്റൻഷൻ, വ്യതിചലിക്കുക എന്നാണ് ആ വാക്കിന്റെ ഡിസ്ട്രാക്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഡിസ്ട്രാക്ഷൻ എന്നുള്ളതിന്റെ വെർബ് ഇതിലേതായിരിക്കും? ഡിസ്ട്രാക്ട്. ഒന്നാമത്തെ ഓപ്ഷനാണ് ഡിസ്ട്രാക്ട്. മറ്റൊന്ന് ഡിസ്ട്രാക്റ്റഡ്. ഡിസ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മലയാളത്തിൽ അർത്ഥം? വ്യതിചലിച്ചു. പാസ്റ്റ് ടെൻസ് ആണ്, അല്ലേ? പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ ഡിസ്ട്രാക്റ്റഡ്ലി, അതെന്താണോ? ഡിസ്ട്രാക്റ്റഡ്ലി, അത്
നൗൺ ആണോ, പ്രൊനൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, ആഡ്വർബ് ആണോ? ഡിസ്ട്രാക്റ്റഡ്ലി ആഡ്വർബ്. ആഡ്വർബ്. നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ആ ഒരു ടിപ്പാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മിക്കവാറും വാക്കുകളോടൊപ്പം ly എന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥ്, again you are becoming a nuisance. Why is it so? Okay. Fifth one, eliminate. 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 Eliminate എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അറിയില്ലെങ്കിൽ ഡിസ്ട്രോയ് കംപ്ലീറ്റ്ലി, ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ പിഴുതെറിയുക. പുറത്താക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഴുവനായി തന്നെ നശിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എലിമിനേറ്റ്. ഈ എലിമിനേറ്റ് എന്ന വേർഡ് ഈ 4 ഓപ്ഷനിൽ ഏതാണെന്ന് പറയണം. നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, വെർബ്, അതുപോലെ കൺജങ്ഷൻ. വെർബാണ്. ഉന്മൂലനം ചെയ്യുക. മലയാളത്തിൽ വാക്കിന്റെ മലയാളത്തിലെ അർത്ഥം കായിൽ അവസാനിക്കുന്നുവെങ്കിൽ അത് വെർബായിരിക്കും. ഇപ്പൊ സീ എന്ന് പറഞ്ഞാൽ എന്താ? കാണുക. ലുക്ക്, നോക്കുക. റൈറ്റ്, എഴുതുക. ഇതെല്ലാം കായിലാണ് അവസാനിക്കുന്നത്. അത് ഒരു ട്രിക്കാണ്. വ്യാകരണ നിയമമൊന്നുമല്ല, എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഗ്രാമർ ഭാഗങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. അതെവിടം വരെയായിരുന്നു? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് അത്. പാർട്സ് ഓഫ് സ്പീച്ച് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? സർ, പാർട്സ് ഓഫ് സ്പീച്ച് ഫുള്ളും പറഞ്ഞിരിക്കണേ. സാർ റിപ്പോർട്ടർ സ്പീച്ച് ഒന്ന് പറയാമോ? റിപ്പോർട്ടർ സ്പീച്ച്. അത് പറയാം. അതിന്റെ ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് പറയാം. ഇവിടെ ഞാനിതിന്റെ ഇംഗ്ലീഷിന്റെ ഫണ്ടമെന്റൽസ് ഓർ ബേസിക്സ് നിങ്ങൾ കുറച്ച് പറഞ്ഞു തന്നിട്ടാവാന്ന് വിചാരിച്ചിട്ടാണ്. അതിന് നമുക്ക് സമയമുണ്ടോ? അപ്പോ നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, ഇതല്ലേ നമ്മൾ പറഞ്ഞത്? പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങളോട് പറഞ്ഞതല്ലേ? 8 എണ്ണം. യെസ്. നൗണുകൾ പറഞ്ഞോ. ഇന്റർജങ്ഷൻ വരെ പറഞ്ഞിക്കണ്. ഏതാ? ഇന്റർജങ്ഷൻ വരെ പറഞ്ഞിക്കണ്. അപ്പൊ അത്രേ ഉള്ളൂ. അത് പാർട്സ് ഓഫ് സ്പീച്ചില് അത്രയും ഭാഗങ്ങളുള്ളൂ. സാറ് ടെൻസ് പകുതിക്ക് വെച്ചിട്ടല്ലേ ഉള്ളത്? ടെൻസ് ഏതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരെയല്ലേ പറഞ്ഞിട്ടുള്ളൂ? അത്രേ പറഞ്ഞുള്ളൂ. ഓക്കെ. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതൊന്നും ആരും പറഞ്ഞാലേ? പിന്നെ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു. പിന്നെ അടുത്തായിട്ട് എന്താ പറഞ്ഞത്? പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ? യെസ്. ഓക്കെ. ദെൻ എന്നാ നമുക്ക് അത് തന്നെ ആദ്യം പാസ്റ്റ് കണ്ടിന്യൂസ് വരെ പറഞ്ഞു. അടുത്ത ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ്. ഇത് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, പറഞ്ഞില്ല. ഓക്കെ. ദെൻ നമുക്ക് അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് കിടക്കാം. നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാറ്റേൺ or structure or normal word order. Subject plus, had plus, V3 or past participle form of the verb. No. എന്താണ്? Subject plus, had plus, past participle.
ഈ ടെൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ടെൻസിനെ നമ്മൾ പറയണത് പാസ്റ്റ് ഇൻ ദ പാസ്റ്റ്, അതായത് വളരെ കാലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ പറയാനാണ് സത്യത്തിൽ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോ ഷാജഹാൻ had built the Taj Mahal. Shahjahan had built the Taj Mahal. It happened many years ago. ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. വാസ് ബോൺ, ഷിജിൻ വർഗീസ്, വാസ് ബോൺ. നിങ്ങൾ ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. എന്താണ് ഇതിന്റെ സ്ട്രക്ചർ? പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ്, പിന്നെ ഹാഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ഓബ്ജക്റ്റ്. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ആരോടെങ്കിലും ടെൻസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈസ് പ്ലസ് ING അങ്ങനെയുള്ള സംഗതിയാണ് പറയുന്നത്. ഓരോ ടെൻസിനും അതിൻ്റെതായ ഒരു ഘടനയുണ്ട്. അത് ഉപയോഗിക്കുന്നതിന് സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ആ സാഹചര്യമാണ് ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളോട് പറയണത്. അപ്പോ then you have to see that the what is the structure or pattern of a sentence in past perfect tense. It is like this: subject plus had plus past participle form of the verb plus object. നോക്കാം, ഏത് സെന്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഇതിന് പറയാവുന്നതാണ്. അവൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ പറയും? ഷീ ഹാഡ് ഗോൺ ടു അമേരിക്ക. അല്ലെങ്കിൽ ശരണ്യ ഹാഡ് റിട്ടൺ എ നോവൽ. ഇനൂനി ഹാഡ് പ്രിപ്പയർഡ് ബിരിയാണി. അപ്പൊ ഇങ്ങനെ പാസ്റ്റ് ഇൻ ദ പാസ്റ്റിനെ കാണിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ യഥാർത്ഥ ഉപയോഗം അതല്ല. നോക്കൂ, നോക്കാം, ഞാനൊരു സെന്റൻസ് പറയണം. ഞങ്ങൾ എത്തിയപ്പോൾ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ രണ്ട് ആക്ഷൻസ് ഇവിടെ നടന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഞങ്ങൾ എത്തി എന്ന ഒരു പ്രവൃത്തി, അതൊരു ആക്ഷനാണ്. സിനിമ തുടങ്ങി എന്നുള്ളത് മറ്റൊരു ആക്ഷനാണ്. ഈ ആക്ഷൻസിൽ ഈ രണ്ട് പാസ്റ്റ് ആക്ഷനാണ്, കഴിഞ്ഞുപോയ രണ്ട് പ്രവൃത്തികളാണ്. ഇതിൽ ആദ്യം നടന്ന പ്രവൃത്തി ഏതാണെന്ന്? സിനിമ തുടങ്ങി എന്ന ആ പ്രവൃത്തിയാണ്. ആദ്യം നടന്ന പ്രവൃത്തിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയേണ്ടത്. ഈ വാക്യം നമ്മൾ എങ്ങനെ പറയും? നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞോ, ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ്. സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എപ്പോൾ? വെൻ വി അറൈവ്ഡ് ദ തിയേറ്റർ. രണ്ടാമത് നടന്ന കാര്യം നമ്മൾ ആദ്യം പഠിച്ച സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയണം. ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ്. സിനിമ എന്ന് നമ്മൾ പറയരുത്. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ തിയേറ്റർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഫിൽം, FILM എന്ന വേർഡാണ് ഉചിതമായിട്ടുള്ള വേർഡ്. ദ ഫിലിം ഹാഡ് സ്റ്റാർട്ടഡ് വെൻ വി അറൈവ് ദ തിയേറ്റർ. അപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, രണ്ട് പ്രവർത്തികൾ ഭൂതകാലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് രണ്ട് ഭൂതകാല പ്രവർത്തികളിൽ, കഴിഞ്ഞുപോയ രണ്ട് കാലത്ത് നടന്ന രണ്ട് പ്രവർത്തികളിൽ ആദ്യം നടന്ന പ്രവൃത്തി ഏതാണോ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ആ ഭാഗം നിങ്ങൾ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് പറയാം. രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയണം. എന്താണ് നിയമം? Of the two past actions that occurred, or of two actions that occurred in the past, the action that first took place or that happened first should be expressed in the past perfect tense, and the action that followed should be expressed in the simple past tense. ഇതാണ് ഇത് ഇംഗ്ലീഷിലെ നിയമം. മലയാളം ഇതാണ്. രണ്ട് പ്രവൃത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നടന്ന പ്രവൃത്തി എന്താണോ
അത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റിലും പറയാം. ഞാൻ മലയാളത്തിൽ ഒരു വാക്യം പറയാം. ഇനൂനി എത്തിയപ്പോഴേക്കും കൂട്ടുകാർ പോയിട്ടുണ്ടായിരുന്നു. ഇനൂനി എത്തിയപ്പോഴേക്കും കൂട്ടുകാർ പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇംഗ്ലീഷിൽ ഈ വാക്യം പറയാമോ? യൂസിങ് പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇതിലാദ്യം നടന്ന പ്രവൃത്തി ഏതാണ്? ഇനൂനി എത്തി എന്നുള്ളതൊരു പ്രവൃത്തി, കൂട്ടുകാർ പോയി എന്നുള്ളതും മറ്റൊരു പ്രവൃത്തി. ഇതിലാദ്യം നടന്ന പ്രവൃത്തി ഏതാണ്? പോയി. അപ്പൊ നിങ്ങൾ ആ ഭാഗം ആദ്യം തന്നെ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയാം. ദ ഫ്രണ്ട്സ് ഹാഡ് ലെഫ്റ്റ്, അല്ലെങ്കിൽ ദ ഫ്രണ്ട്സ് ഹാഡ് ഗോൺ എവേ. Friends had gone away or friends had left when Inuni reached or arrived. No. No. മനസ്സിലായില്ലേ? ഏത് വാക്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ പറയാം. ഇപ്പോ നിമിഷ എത്തിയപ്പോൾ അമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ നിങ്ങളുടെ പേര് എക്സാംപ്ലിഫൈ ചെയ്യണം. അവിടെ നിമിഷ എത്തിയപ്പോഴേക്കും അല്ലെങ്കിൽ എത്തിയപ്പോൾ, അത് ഈ രണ്ട് സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നിമിഷ എത്തിയപ്പോൾ അമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനാദ്യം നടന്ന പ്രവൃത്തി ഏതാണ്? അമ്മ ഉറങ്ങി. അപ്പൊ അത് ആദ്യം പാസ്റ്റ് പെർഫെക്റ്റിൽ അങ്ങോട്ട് പറഞ്ഞോ. അപ്പൊ എന്താവും? മദർ ഹാഡ് സ്ലെപ്റ്റ് അല്ലെ? her mother had slept when Nimisha reached her house. ഇപ്പൊ നിമിഷ എത്തിയപ്പോഴേക്കും എന്നാണ് നമുക്ക് പറയേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെൻ എന്നല്ല ഉപയോഗിക്കേണ്ടത്, ബൈ ദ ടൈം എന്നാണ്. ബൈ ദ ടൈം. നിമിഷ her mother had slept by the time Nimisha reached home. മനസ്സിലായോ? നിങ്ങൾക്ക് അതുപോലെ സ്വന്തമായി സെന്റൻസുകൾ ഉണ്ടാക്കാവുന്നതാണ്. Okay, the train had left when we reached the station. Sajid Raj, you are right. No. ഞങ്ങൾ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴേക്കും പ്ലേയേഴ്സ് എല്ലാം ആമ്പളം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴേക്കും, എത്തിയപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വെൻ ഉപയോഗിക്കാം. എത്തിയപ്പോഴേക്കും എന്നാണ് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ബൈ ദ ടൈം എന്ന് ഉപയോഗിക്കാം. ദ പ്ലേയേഴ്സ് ഹാഡ്, ഇവിടെ തന്നെ എഴുതിയത് പേഷ്യന്റ് ഹാഡ് ഡൈഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? പാസ്റ്റ് പെർഫെക്റ്റിന്റെ ആ സ്ട്രക്ചർ മനസ്സിലാക്കണം. വേറെ ഒന്നും മറ്റൊരു ടെൻസിലേക്കും കിടക്കരുത്. പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് ഇൻ ദ പാസ്റ്റ്. സ്ട്രക്ചർ ഇതാണ്. സബ്ജക്റ്റ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഷോപ്പ് ഹാഡ് ക്ലോസ് അല്ല രേഷ്മ, ഷോപ്പ് ഹാഡ് ക്ലോസ്ഡ് എന്ന് എഴുതണം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ക്ലോസിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ക്ലോസ്ഡ് എന്നാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് മറ്റൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കും. ടു ഡിനോട്ട് ആൻ അൺഫുൾഫിൽഡ് വിഷ് റിലേറ്റിംഗ് ടു ദ പാസ്റ്റ്. അതായത് പൂർത്തിയാക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കാറുണ്ട്.
ഉണ്ടോ? അപ്പൊ ഞാൻ പറയണ ഐ വിഷ് ഐ ഹാഡ് വിങ്സ്. ഐ വിഷ് ഐ ഹാഡ് വിങ്സ്. ഒരു ഭാവന, ഫാൻസിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഐ വിഷ്, ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഐ ഹാഡ് വിങ്സ്, എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. Then I would have flown like birds. I wish I had worked harder. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിലോ എന്ന് ഞാൻ ഇപ്പോഴാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു അൺഫുൾഫിൽഡ് വിഷ് എക്സ്പ്രസ് ചെയ്യാനും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് അതിൽ ഈ പാസ്റ്റ് ടെൻസിൽ ഒരു ടെൻസ് കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ഇപ്പൊ പറയാം. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. പാസ്റ്റ് എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇംഗ്ലീഷിൽ പഠിക്കാൻ ഏറ്റവും ടഫ് ആയിട്ടുള്ളൊരു മേഖലയാണത്. കാരണം ഇത് നമ്മൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് റിപ്പീറ്റ് ചെയ്യാം. വേറെ ഒന്നും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട. ഒരു ടെൻസ് എടുത്തിട്ട് അതിന്റെ സ്ട്രക്ചർ, പിന്നെ അതിന്റെ ഉപയോഗം, അത് മാത്രം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെൻസിൽ ഏത് സെന്റൻസ് വേണമെങ്കിലും നിർമ്മിക്കാം. അതിനുള്ള വൊക്കാബുലറി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ ആദ്യം തന്നെ പറയാം. സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്ട്സ്. എന്താണ്? സബ്ജക്ട് കഴിഞ്ഞാൽ ഹാഡ് ബീൻ എന്ന് ഉപയോഗിക്കുക. സബ്ജക്ട് സിംഗുലർ ആയിക്കൊള്ളട്ടെ പ്ലൂറൽ ആയിക്കോട്ടെ, നമുക്ക് ഹാഡ് ബീൻ എന്ന് മാത്രമാണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഉപയോഗിച്ച സബ്ജക്ട് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ എന്നാണ്. ഇവിടെ സബ്ജക്ട് കഴിഞ്ഞാൽ ഹാഡ് ബീൻ എന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കേട്ടാൽ തന്നെ നമുക്കറിയാം, ഭൂതകാലത്ത് ആരംഭിച്ച് ഭൂതകാലത്തിൽ തന്നെ അവസാനിച്ച തുടർച്ചയായ പ്രവൃത്തികളെ കുറിച്ച്, ഭൂതകാലത്തിൽ ആരംഭിക്കുകയും ആ ഭൂതകാലത്ത് തന്നെ കുറച്ചു നാൾ തുടരുകയും ഭൂതകാലത്ത് തന്നെ അവസാനിക്കുകയും ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഷീ ഹാഡ് ബീൻ റീഡിങ്. ഷീ ഹാഡ് ബീൻ റീഡിങ്, അവൾ വായിച്ചു കൊണ്ടേയിരുന്നു. അവള് ഭൂതകാലത്ത് ഒരു സമയത്ത് വായന തുടങ്ങി, കുറച്ചു നേരം തുടർന്നു, അത് ഭൂതകാലത്ത് തന്നെ അവസാനിക്കുകയും ചെയ്തു. ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ മദർ. ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ മദർ, ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതിന്റെ സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കുക. ഇതും ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഉപയോഗത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ അടുത്തായിട്ട് പറയാം. അപ്പോ അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കണ്ടിന്യൂസ് ടെൻസ് ഇസ് യൂസ്ഡ്? It is used to show that an action that started in the past continued up until another time in the past. ഭൂതകാലത്ത് ആരംഭിച്ച് ഭൂതകാലത്തിൽ തുടർന്നു ഭൂതകാലത്തിൽ ഒരു നിശ്ചിത സമയത്ത് അവസാനിക്കുകയും ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുൻപ് തുടർന്നുകൊണ്ടിരുന്ന മറ്റൊരു പ്രവൃത്തിയെ പ്രവൃത്തിയെ അവതരിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഹി ഹാഡ് ബീൻ റീഡിങ്
when I entered the room. She had been reading. അവൾ വായിച്ചു കൊണ്ടേയിരുന്നു. When I entered the room. ഞാൻ ആ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അവൾ വായിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ അവിടെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ വായനയും അവസാനിച്ചു. അതിന് കുറെ മുമ്പ് അവൾ വായന തുടർന്നിരുന്നതാണ്. ഇവിടെയും 2 ആക്ഷൻ നടന്നിട്ടുണ്ട്. ഇവിടെയും ആദ്യം നടന്ന ആ തുടർച്ചയായ ആക്ഷനെ നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണം. ഇപ്പൊ അവൻ വരുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഷിജിൻ വർഗീസ് എങ്ങനെ പറയും നമ്മള്? അവൻ വരുന്നതിന് മുൻപ്, അവൻ വന്നു എന്നതൊരു ആക്ഷൻ, അതിനു മുമ്പ് തുടർന്നുകൊണ്ടിരിക്കുകയും അവസാനിക്കുകയും ചെയ്ത പ്രവൃത്തിയാണ് ഞാൻ അമ്മയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു എന്ന ആ ഭാഗം. ഈ വാക്യം നമ്മൾ എങ്ങനെ പറയും? I had been talking to my mother. I had been talking to my mother. ഞാൻ അമ്മയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഷിജിൻ വർഗീസ് എങ്ങനെ പറയും? I had been talking to my mother. എന്തിന് മുൻപ് എന്നർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ഏതാണ്? ബിഫോർ, അല്ലെ? ബിഫോർ he came. രണ്ടാമത് നടന്നത് he came എന്നുള്ളതാണ്. അത് പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം. ഓക്കെ, അതെ. I had been talking to my mother before he came. നിങ്ങൾക്ക് ഏത് വാക്യം വേണമെങ്കിലും ഇതുപോലെ പറയാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഭൂതകാലത്ത് ഒരു പ്രവൃത്തി നടന്നു. ആ പ്രവൃത്തിക്ക് മുൻപ് തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി പറയുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സെന്റൻസും നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്താവുന്നതാണ്. ഉണ്ടോ? അപ്പോ അച്ഛൻ വരുന്നതിന് മുമ്പ് ശ്രുതി രാമായണം വായിച്ചു കൊണ്ടേയിരുന്നു. നമ്മൾ അങ്ങനെ പറയും ശ്രുതി. അച്ഛൻ വരുന്നതിന് മുൻപ് ശ്രുതി രാമായണം വായിച്ചു കൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ അച്ഛൻ വന്നപ്പോൾ ശ്രുതി രാമായണം വായിച്ചു കൊണ്ടേയിരുന്നു. ശ്രുതി reading Ramayana before father came. ശ്രുതി had been reading Ramayana. the രാമായണ എന്ന് പറയണ്ടേ? ഞാൻ ഇന്നലെ പറഞ്ഞാണ്, പറഞ്ഞു തന്നിട്ടില്ല, ആർട്ടിക്കിൾസ് പറഞ്ഞു തന്നിട്ടില്ല. ആർട്ടിക്കിൾസ്, യൂസസ് ഓഫ് ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ട് സർ. ഉണ്ടോ? ഓക്കെ. അപ്പോ പുരാണ ഗ്രന്ഥങ്ങള്, മതഗ്രന്ഥങ്ങൾ, അതുപോലെ മാഗസീൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ഇവയുടെ പേരിന് മുന്നിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചേർക്കണം? ദ എന്ന് ചേർക്കണം. അപ്പൊ ശ്രുതി ഹാഡ് ബീൻ റീഡിങ് ദ രാമായണ ബിഫോർ ഹെർ ഫാദർ കെയിം, അല്ലേ? സഹോദരൻ വന്നപ്പോൾ ശരണ്യ കുക്ക് ചെയ്തുകൊണ്ടേയിരുന്നു, അല്ലെ പാചകം ചെയ്തുകൊണ്ടേയിരുന്നു. എങ്ങനെ പറയും? ശരണ്യ ഹാഡ് ബീൻ കുക്കിംഗ് ബിഫോർ ഹെർ ബ്രദർ കെയിം, അല്ലെ? ശരണ്യ ഹാഡ് ബീൻ കുക്കിംഗ്. ശരണ്യ കുക്കിംഗ് നടത്തിക്കൊണ്ടേയിരുന്നു. അത് അവസാനിച്ചു എപ്പോൾ? when her brother came. സഹോദരൻ വന്നപ്പോൾ. സഹോദരൻ വന്നു, അതിനു മുമ്പ് തുടർന്നുകൊണ്ടിരുന്ന, അവസാനിക്കുകയും ചെയ്തൊരു പ്രവൃത്തിയാണത്. അപ്പൊ ഇതല്ലേ യെസ്, ഓക്കെ, പറയാം. അപ്പൊ എന്താണ്, നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അത് നിങ്ങൾക്ക് പറഞ്ഞതുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞോ? ഇല്ല. അപ്പൊ
അപ്പൊ ഫ്യൂച്ചർ ടെൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ് ടു ഓൾ ഓഫ് യു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Thank you. ഗുഡ് നൈറ്റ് സർ. ഓക്കെ, താങ്ക് യു സർ. ഈ പറഞ്ഞതൊക്കെ മനസ്സിലാവണില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഒക്കെ. ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? യെസ് സർ. അത് നിങ്ങൾ ടെൻസ് ശരിക്കും പഠിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദ ബാക്ക് ബോൺ ഓഫ് എനി ലാംഗ്വേജ്, എസ്പെഷ്യലി ദിസ് ലാംഗ്വേജ്. Okay, thanks, sir. ഓക്കെ. ഓക്കെ,